ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് പതിവ് പോലെ 5 മണിക്ക് എണീറ്റു. ഫ്രഷ് ആവലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടുണ്ട്. രാവിലത്തെ ആ ഒരു പ്രഭാത ഭംഗി ഒന്ന് ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. ഇവിടെ പകലൊക്കെ ഇപ്പോൾ നല്ല വെയിലും ചൂടുമൊക്കെയാണ്. വെളുപ്പിന് മാത്രമാണ് കേട്ടോ ചെറിയൊരു തണുപ്പുള്ളത്. ഇനിയിപ്പോൾ നേരെ പണികളിലേക്ക് കിടക്കട്ടെ. കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയില്ലേ, ഇനി ഇത്തിരി സ്പീഡായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 8 മണിക്ക് മുന്നേ എല്ലാം റെഡിയായി കിട്ടൂല. ഇപ്പോൾ അരി വേവാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്കെന്തോ ചില സമയത്ത് ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ പണിയെടുക്കാൻ ഒരു മൂഡ് വരുള്ളൂ. ഇല്ലെങ്കിൽ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ നേരത്ത് ഇങ്ങനെ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. സാധാരണ തലേദിവസം രാത്രിയൊക്കെയാണ് കേട്ടോ ഒരു ക്ലീനിങ് പണികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. ഇന്നലെ പിന്നെ ഒരുപാട് വൈകി കിടക്കാനായിട്ട്, അതുകൊണ്ട് പിന്നെ ക്ലീനിങ്ങിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റത്തെ ക്ലീനിങ് കേട്ടോ, അധികം സമയമൊന്നും വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. നമ്മളുണ്ടല്ലോ ഈ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ടൈം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് അതാത് സ്ഥാനത്ത് വെച്ചാൽ മതി. പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു പാത്രത്തിനടിയിലായിട്ട് മറ്റൊരു പാത്രം വെക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന് മുകളിൽ വെക്കുകയോ ചെയ്താൽ കൗണ്ടർ ടോപ്പിലേക്ക് ഓയിലും കാര്യങ്ങളൊന്നും ആവില്ല. പിന്നെ ഹറിബറിയായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എന്തായാലും എനിക്ക് കൈവിട്ട് പോകും കേട്ടോ. കുറേ സാധനങ്ങൾ അങ്ങനെ പരന്നു പോകും. അപ്പോൾ പിന്നെ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ അങ്ങ് ഒതുക്കലാണ് പരിപാടി. അപ്പോൾ അത് ഒതുക്കി ക്ലീനാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. ഇനിയിപ്പം ഏറ്റവും അത്യാവശ്യമുള്ള 2-3 സാധനങ്ങൾ മാത്രമേ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ദോശമാവ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴേക്കും അത് കുതിർന്ന് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് അരിയും ഉഴുന്നും ഒക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിടുകയാണ്. ഇന്ന് ചോറിന് കറികളായിട്ട് കൂമ്പ് തോരനും പിന്നെ ചീര തോരനും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ആദ്യം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു കൂമ്പ് തോരൻ കഴിക്കാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. നല്ല ഹെൽത്ത് വൈസ് ഭയങ്കര ബെനിഫിറ്റുള്ള സംഭവമാണല്ലോ. പക്ഷെ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര കറയാണ്. അപ്പോൾ ഇത് കൈകളിലായിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് ആക്കി കൊടുത്തതാണ്. എങ്കിലും കറയൊക്കെ ആവും, വലുതായിട്ടാവുന്നതിൽ നിന്നും ഒരല്പം രക്ഷപ്പെടാം, അത്രയേ ഉള്ളൂ. ഈ ഒരു തോരൻ വെന്ത് കഴിഞ്ഞാലും അതിൻ്റെ കറ കൊണ്ട് അതിൻ്റെ നിറമൊക്കെ പോകട്ടോ. വെളുത്ത നിറം മാറിയിട്ട് ഇങ്ങനെ കറുത്ത് പോകില്ലേ. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിറം നമുക്ക് തിരിച്ചു കിട്ടും, ഒരു വെളുത്ത നിറം കിട്ടും തോരന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നാര് പോലത്തെ സംഭവം കയ്യിൽ കിട്ടും. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് തോരൻ നീറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നും കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ട് ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ലേശം സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ ഒരു കൂമ്പ് തോരനിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ താളിച്ചത് ഞാൻ ചീര തോരൻ റെഡിയാക്കാനാണ് കേട്ടോ. വളരെ കുറച്ച് ചീരയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൂമ്പും കൂടി ഇന്ന് റെഡിയാക്കതില്ലെങ്കിൽ ഒറ്റ തോരനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ തേങ്ങയും ഇതൊന്നും ഒന്ന് ഒതുക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കൂമ്പ് തോരനും റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചീരത്തോരൻ അതിലൊന്ന് വേഗം മാറ്റിയതാണ്. പൊതുവേ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റുന്നതാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ കറ അതിലേക്ക് പിടിക്കും. പിന്നെ ഈ ഒരു കൂമ്പ് തോരനിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ചീരയ്ക്ക് ചേർത്തില്ലേ, അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇതിലേക്കും ചേർത്ത് കൊടുത്തു. എന്നിട്ട് മൂടി വെച്ചിട്ട് വെള്ളം വറ്റിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒഴിച്ചു കറി മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിഷൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം എളുപ്പമാണ്, നമുക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു പണിയില്ല. വേഗം തന്നെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കുറച്ച് ഫിഷ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചതുകൊണ്ട് നല്ല എളുപ്പമായി. കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനിയിപ്പം അത് ഫ്രൈ ചെയ്യാൻ നേരത്തെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ മീൻ കഴുകുന്നതിനിടയ്ക്ക് നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിറക്കി വയ്ക്കാം.
ഇനി ഞാൻ ഫിഷ് കറി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സവാള ചെറുത് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഒരു പകുതി തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ചൂരമീൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയും ഉള്ളിയൊക്കെ വറുത്തരച്ചിട്ട് വെക്കൂലേ, ആ ഒരു രീതിയിൽ വെച്ചാലും കൊള്ളാം. ഈ തേങ്ങ പച്ച അരച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിനി മിക്സിയിൽ അരച്ചെടുത്താൽ അരപ്പ് റെഡിയാവും. പിന്നെ ഇതാ മീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങയും കുറച്ച് ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരപ്പ് റെഡിയാക്കി. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഒരു മീൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയാണ്. പിന്നെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, മൊത്തത്തിൽ ഓയിലൊക്കെ തെറിച്ച് ആകെ ചളമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതിൽ നമ്മുടെ വിം ലിക്വിഡില്ലേ, ഡിഷ് വാഷ് ലിക്വിഡ് ഏതെങ്കിലും അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിനാഗിരിയും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഓയിലൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ചെറിയ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മോള് കാത്തു നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലീനിങ് ടിപ്സും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.